ഒരു ലഘു സംഭാഷണം നടത്തുകയാണ്. ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങിനായി ബിമൻ ബസു എത്തി. അദ്ദേഹം പതാക ഉയർത്തുന്നു. മുദ്രാവാക്യമണികളുടെ അകമ്പടിയിൽ പതാക ഉയരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. വേദ വെൺമണി രക്തസാക്ഷി കുടീരത്തിൽ നിന്ന് കൊണ്ടുവന്ന പതാകയാണ് പാർട്ടി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വേദിയായ സീതാറാം യെച്ചൂരി നഗറിൽ ഉയർത്തിയിരിക്കുന്നത്. ബംഗാളിലെ മുൻ സംസ്ഥാന സെക്രട്ടറി LDF നേതാവ് ആയ ബിമൻ ബോസ്, പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന ബിമൻ ബോസാണ് പതാക ഉയർത്തുന്നത്. ഏറ്റവും മുതിർന്ന നേതാവ് SKN ഈ പതാക ഉയർത്തൽ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. 24-ാം പാർട്ടി കോൺഗ്രസിന് പതാക ഉയർത്തിയിരിക്കുന്നത് മുതിർന്ന നേതാവ് ബിമൻ ബോസ് ആണ്, ബംഗാളിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ്. അതിനുശേഷം ഇപ്പോൾ രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് പുരോഗമിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ആദ്യം അഭിവാദ്യം അർപ്പിച്ചു. തൊട്ടു പിന്നാലെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അഭിവാദ്യം അർപ്പിച്ചത്. പിന്നാലെ ബിമൻ ബോസ്, ഈ പാർട്ടി കോൺഗ്രസിന് പതാക ഉയർത്തിയ മുതിർന്ന നേതാവ് ബിമൻ ബോസ് അഭിവാദ്യം അർപ്പിച്ചിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസ് വേദിക്ക് സമീപമുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ. ഒപ്പം തന്നെ ബൃന്ദ കാരാട്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗം G രാമകൃഷ്ണൻ, കേരള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം സുഭാഷിണി അലി, കൂടാതെ അശോക് ധാവ്ലെ, CPI ജനറൽ സെക്രട്ടറി D രാജ, കൂടാതെ CITU ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ തപൻ സെൻ അടക്കമുള്ള നേതാക്കൾ അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു. ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ 24-ാം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് ഈ സീതാറാം യെച്ചൂരി നഗറിൽ സ്ഥാപിച്ചിരിക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മറ്റ് കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ് പാർട്ടി കോൺഗ്രസ്. ആദ്യ പരിപാടി എന്നുള്ളത് പ്രതിനിധി സമ്മേളനമാണ്. ഇപ്പോൾ പ്രധാന നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ അഭിവാദ്യം അർപ്പിച്ച് ഈ സമ്മേളനം, പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോമ്രേഡ് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാളിലേക്ക് നീങ്ങുകയാണ്. മറ്റ് നേതാക്കൾ ഈ പാർട്ടി കോൺഗ്രസിലെ രക്തസാക്ഷി കുടീരത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം BV രാഘവലു, K ബാലകൃഷ്ണൻ, തമിഴ്നാട് മുൻ സംസ്ഥാന സെക്രട്ടറി, കൂടാതെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, നീലോൽപൽ ബസു പോളിറ്റ് ബ്യൂറോ അംഗം, രാമചന്ദ്രൻ ഡോം പോളിറ്റ് ബ്യൂറോ അംഗം, കൂടാതെ മുൻ പോളിറ്റ് ബ്യൂറോ അംഗം AK പത്മനാഭൻ ഈ പാർട്ടി കോൺഗ്രസിനുള്ള ഉയർത്തിയ പതാക ഇവിടെ എത്തിയത്, ഏറ്റുവാങ്ങിയത് AK പത്മനാഭനാണ്. കൂടാതെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ രക്തസാക്ഷി കുടീരത്തിൽ അഭിവാദ്യം അർപ്പിക്കുകയാണ്. U വസുഗി ആണ് ആദ്യമായി അഭിവാദ്യം അർപ്പിച്ച കേന്ദ്ര കമ്മിറ്റി അംഗം. മറ്റ് നേതാക്കളും ഈ രക്തസാക്ഷി കുടീരത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ രക്തസാക്ഷി മണ്ഡപത്തിൽ അഭിവാദ്യം അർപ്പിക്കാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഓരോ നേതാക്കളായി രക്തസാക്ഷി മണ്ഡപത്തിൽ അഭിവാദ്യം അർപ്പിച്ച ശേഷം ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോമ്രേഡ് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാളിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് അടുത്ത കാര്യപരിപാടി, ഈ ഉദ്ഘാടന സമ്മേളനം എന്നുള്ളത്. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടായിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുക. അതേസമയം
ഈ ചടങ്ങിലെ അധ്യക്ഷനായി ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ ആയിരിക്കും അധ്യക്ഷത വഹിക്കുക. മറ്റ് പാർട്ടികളുടെ നേതാക്കൾ അടക്കം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേതാക്കൾ ഓരോരുത്തരായി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തരായി ഈ സമ്മേളന വേദിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ അഭിവാദ്യം അർപ്പിച്ച് പിന്നീട് പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതീവ വൈകാരികമായ ഒരു ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് സ്ഥാപിച്ച പ്രത്യേക രക്തസാക്ഷി മണ്ഡപത്തിൽ മധുരയുടെ ഒരു വിപ്ലവ മണ്ണിൽ ഈ പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ അവിടെ അഭിവാദ്യം അർപ്പിക്കുകയാണ് നേതാക്കൾ. ആദ്യഘട്ടത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അഭിവാദ്യം അർപ്പിക്കുന്നു. പിന്നീട് പ്രതിനിധികൾ അടക്കം ഇവിടെ എത്തുന്ന ഓരോരുത്തരും, പാർട്ടി അംഗങ്ങൾ ഓരോരുത്തരും അഭിവാദ്യം അർപ്പിച്ച ശേഷമായിരിക്കും ചടങ്ങിലേക്ക് കടക്കുക. 10:30 ഉദ്ഘാടന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഒരു സമയം പൂർത്തിയാകുമ്പോഴേക്കും ഈ അഭിവാദ്യം അർപ്പിക്കൽ ചടങ്ങ് നിർവഹിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻ നിശ്ചയിച്ച അതേ ക്രമത്തിൽ തന്നെ, സമയക്രമത്തിൽ തന്നെ മറ്റ് പരിപാടികൾ നിർവഹിക്കാനാണ് നേതൃത്വത്തിൻ്റെ നിലവിലുള്ള തീരുമാനം. 10:30 ഈ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. അതിനു മുമ്പായി മറ്റ് പ്രതിനിധികളുടെ, നേതാക്കളുടെ എല്ലാം അഭിവാദ്യം അർപ്പിക്കൽ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. SK റാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ പതാക ഉയർത്തി കഴിഞ്ഞ് വിമൻ ബസു, CPIM-ന്റെ ബംഗാളിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ് വിമൻ ബസു ആണ് പതാക ഉയർത്തിയത്. കേരളത്തിൽ നിന്നുള്ള സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്തെ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടനം എപ്പോഴാണ് നടക്കുക? നേരത്തെ പ്രഖ്യാപിച്ച ഷെഡ്യൂൾ പ്രകാരം 10:30 പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പതാക ഉയർത്തൽ കഴിഞ്ഞ് 10:30 പ്രതിനിധി സമ്മേളനം ആരംഭിക്കുമെന്ന തരത്തിലുള്ള കാര്യപരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അജണ്ട അനുസരിച്ച് ആണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ പ്രകാശ് കാരാട്ടാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രക്തസാക്ഷി പ്രമേയവും ഒപ്പം തന്നെ ഡെലിഗേറ്റ് സെഷനും ആരംഭിക്കും. പ്രസിഡിയം അടക്കമുള്ള കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 4 മണിക്കാണ് പ്രകാശ് കാരാട്ട് ഈ കരട് രാഷ്ട്രീയ പ്രമേയവും ഒപ്പം തന്നെ രാഷ്ട്രീയ റിപ്പോർട്ടും ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നത്. നാളെയാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിനുള്ള ചർച്ച. ഇതാണ് നിശ്ചയിച്ചിരിക്കുന്ന അജണ്ട. പിന്നീട് ഏപ്രിൽ 4 വരെ ഇത്തരം ഈ പൊതു ചർച്ച തുടരും. ഏപ്രിൽ 4 വൈകുന്നേരമാണ് ഈ പൊളിറ്റിക്കൽ റിവ്യൂവിൻ്റെയും ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷന്മേലുള്ള മറുപടികൾ നടക്കുന്നത്. ഏപ്രിൽ 5 ആണ് ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലുള്ള മറുപടി. അത്തരത്തിൽ ഈ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അജണ്ട പ്രതിനിധികൾക്കായി വിതരണം ചെയ്തിട്ടുണ്ട്. 10:30 ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. CPI-യുടെ ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി 711 പ്രതിനിധികളും 80 നിരീക്ഷകരും അടക്കം 810 ആളുകളാണ്, പ്രതിനിധികളാണ് ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും.